തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ആവേശം കൂട്ടാൻ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. ശനിയാഴ്ച തിരുവനന്തപുരത്ത് റോഡ് ഷോയുണ്ട്. ഒപ്പം തിരുവല്ലയിൽ പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തിരുവനന്തപുരം സെൻട്രൽ നേമം മണ്ഡലങ്ങൾ കടന്നു പോകുന്നിടത്താകും റോഡ് ഷോ നടക്കുക. MS വീണ വിവരങ്ങളുമായി ചേരുകയാണ്. വീണ, ആവേശമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട ജില്ലകൾ, അതിലൊന്ന് തിരുവനന്തപുരം, നമുക്കറിയാം BJPയുടെ ശക്തി കേന്ദ്രമാണ്. കോർപ്പറേഷൻ പിടിച്ചെടുത്തതിലൂടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ BJP ചില മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുമെന്ന കൃത്യമായ സന്ദേശം ഒന്ന് നൽകുന്നുണ്ട്. രണ്ട്, പത്തനംതിട്ട എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ വളർച്ച ഇപ്പോൾ കൈവരിക്കുന്ന ഒരു ജില്ലയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് മണ്ഡലങ്ങൾ, ഒന്ന് തിരുവല്ലയും അതോടൊപ്പം തന്നെ ആറന്മുളയുമാണ്. കാരണം ആറന്മുളയിൽ മലയാളികളുടെ സ്വന്തം രാജേട്ടൻ മത്സരിക്കുകയാണ്. കുമ്മനം തിരുവനന്തപുരത്തിന് പുറത്ത് ആദ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമായ ആറന്മുളയിൽ തന്നെ മത്സരിക്കുന്നു എന്നതാണ് ഒരു പ്രത്യേകത. തിരുവല്ലയിലേക്ക് വരികയാണെങ്കിൽ അവിടെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി മത്സരിക്കുകയാണ്. അതായത് പരമ്പരാഗതമായി UDFും LDFും കൈവശം വെച്ചിരുന്ന മണ്ഡലത്തിൽ ഇരു മുന്നണികൾക്കും വലിയ വെല്ലുവിളിയായി അനൂപ് ആന്റണി അവിടെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മറ്റു രണ്ട് മുന്നണികൾ തന്നെ ഇപ്പോൾ അംഗീകരിക്കുകയാണ്. ഇത് BJPക്കാർ വെറുതെ പറയുന്നതല്ല, മറ്റു രണ്ട് മുന്നണികൾ തന്നെ ഈ കാര്യം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് ജില്ലയിലെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം എത്രത്തോളം വലിയ ആത്മവിശ്വാസമാകും NDAക്ക് നൽകുന്നത്? വീണ, ഗൗതം, NDAക്കും കേരള ജനതയ്ക്കുമൊക്കെ വലിയ തരത്തിൽ ആത്മവിശ്വാസം പകരുന്നതാണ് ഒരാഴ്ചക്കിടെയുള്ള രണ്ടാം തവണത്തെ രാജ്യത്തിന്റെ പ്രധാന സേവകനായ നരേന്ദ്രമോദിയുടെ വരവ്. അദ്ദേഹത്തിന്റെ വരവിനായി കാത്തിരിക്കുകയാണ് തലസ്ഥാന നഗരി. നമുക്കറിയാം, തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിലേറി 45 ദിവസങ്ങൾക്കകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തുകയും അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അത് വലിയ തരത്തിൽ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിയ കാര്യം കൂടിയാണ്. അദ്ദേഹം മടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു താൻ ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ടെന്ന്. അദ്ദേഹം ഒരു തവണയല്ല പലതവണ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ വാക്ക് പാലിച്ചിട്ടുള്ള ചരിത്രം തന്നെയാണ് പ്രധാനമന്ത്രിക്കും ഒപ്പം തന്നെ NDAക്കുമുള്ളത്. അദ്ദേഹം 4-ാം തീയതിയാണ് എത്തുന്നത്. ആ 4-ാം തീയതിക്കായി കാത്തിരിക്കുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ NDAയുടെ ഭാഗത്തുനിന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. NDA ക്യാമ്പുകളിലൊക്കെ, തിരഞ്ഞെടുപ്പ് ക്യാമ്പുകളിലൊക്കെ വലിയ തരത്തിലുള്ള ആത്മവിശ്വാസമാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തും അതുപോലെ തന്നെ പത്തനംതിട്ടയിലും ഒക്കെ എത്തുന്നത്. ഇതിനു മുന്നേ തൃശ്ശൂരും അതുപോലെ തന്നെ പാലക്കാടും എത്തി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇരട്ടി ആവേശം പകർന്നതിന് ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. അദ്ദേഹത്തിന്റെ ഈ വരവ് വലിയ തരത്തിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം 14 മണ്ഡലങ്ങളിൽ, അതിൽ മിക്ക മണ്ഡലങ്ങളിലും വലിയ തരത്തിൽ BJPക്ക് സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. വിജയത്തിന്റെ തൊട്ടരികിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ പ്രഖ്യാപനങ്ങളൊന്നോ അല്ലെങ്കിൽ ഉറച്ച വിശ്വാസങ്ങളോ അല്ലെങ്കിൽ വീമ്പ് പറച്ചിൽ പറയുന്നില്ലെങ്കിൽ പോലും കൃത്യമായിട്ടുള്ളൊരു അത്തരത്തിലുള്ള പ്രവർത്തനം തന്നെയാണ് നമുക്ക് തിരുവനന്തപുരത്തെ വിവിധ ഇടങ്ങളിലും കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമന്ത്രി കൂടി എത്തുമ്പോൾ ആത്മവിശ്വാസം ഇരട്ടിയാക്കുമെന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ ഒരു റോഡ് ഷോയിലും അതുപോലെ തന്നെ തിരുവല്ലയിലെ പൊതുപരിപാടിയിലുമാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. ഈ പരിപാടി വലിയ തരത്തിൽ 30,000-ലധികം പ്രവർത്തകർ പങ്കെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തിരുവല്ല, ആറന്മുള, ചെങ്ങന്നൂർ അടക്കം സമീപത്തെ പ്രധാന 10 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും ഈ തിരുവല്ലയിലെ പൊതുപരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൽ 30,000 പേർ പങ്കെടുക്കുന്ന പൊതുപരിപാടിയിൽ ജനകീയമായി മാറുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. അപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ പ്രധാനമായി നടക്കുന്നത് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അകത്തുള്ള ഒരു പരിപാടി, ആ ഒരു റോഡ് ഷോ തന്നെയാണ്. അതായത് കിള്ളിപ്പാലം മുതൽ അതുപോലെ തന്നെ കരമന വരെയുള്ള 1.5 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഒരു റോഡ് ഷോയാണ്. അതിൽ 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് തിരുവനന്തപുരം സെൻട്രലും 2 നേമം മണ്ഡലവുമാണ്. നേമം മണ്ഡലം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന മണ്ഡലമാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം സെൻട്രൽ മത്സരിക്കുന്നത് സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയനാണ്. ഇവിടെയൊക്കെ കനത്ത പോരാട്ടമാണുള്ളത്. ഇടതു വലത് മുന്നണികളെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള മികച്ച പ്രകടനം തന്നെയാണ്, മികച്ച തിരഞ്ഞെടുപ്പ് പ്രകടനം തന്നെയാണ്, പ്രചാരണം തന്നെയാണ് NDAയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഈ മണ്ഡലങ്ങളിലെത്തി അവിടെ ജനങ്ങളുമായി സംവദിക്കുകയും അവർക്ക് പ്രവർത്തകർക്കും ഒപ്പം തന്നെ സ്ഥാനാർത്ഥികൾക്കും ആത്മവിശ്വാസം ഇരട്ടി നൽകുന്നതായിരിക്കും പ്രധാനമന്ത്രിയുടെ വരവെന്നുള്ളതാണ്. കൂടാതെ തന്നെ NDAയുടെ മറ്റ് സ്ഥാനാർത്ഥികളും ഈ ഒരു റോഡ് ഷോയിൽ, തിരുവനന്തപുരത്തെ മറ്റ് സ്ഥാനാർത്ഥികളും ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്നുള്ളതാണ്. എന്നാൽ പ്രധാനമന്ത്രിയുടെ വരവ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ആവേശത്തിലാഴ്ത്തുന്നതാണ്. ഇരട്ടിയിലധികം ആവേശമായിരിക്കും ഈ അവസാന ലാപ്പിലെത്തിയിരിക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ലഭിക്കുക എന്നുള്ള കാര്യം കൂടി ഉറപ്പാണ്. ഗൗതം, ഓക്കെ വീണ, എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവേശമായി വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് നേമം, അതോടൊപ്പം തന്നെ നേമം ഗോപികയുടെയൊക്കെ മണ്ഡലമാണ്. നേമം, തിരുവനന്തപുരം സെൻട്രൽ, അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിലും
അദ്ദേഹം 2 തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കുന്നു. കഴിഞ്ഞ ദിവസം പാലക്കാട്ടും തൃശ്ശൂരിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരുന്നു. അപ്പോൾ BJP ഏറ്റവും വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സ്ഥലങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യം കൂടിയാകുമ്പോൾ ആ വിജയം 100% കഴിയുമെന്ന വിശ്വാസമാണ് NDAയ്ക്കും ഭാരതീയ ജനതാ പാർട്ടിക്കും ഉള്ളത്.